ഇന്ന് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സിംബാബ്വൻ ബാറ്ററായിട്ടുള്ള ബ്രണ്ടൻ ടെയ്ലർ എന്ന താരം. അതും തന്റെ 39ാമത്തെ വയസ്സിലാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. 2022 ICCയുടെ ആന്റി കറപ്ഷൻ കോഡ് ആൻഡ് ICC ആന്റി ഡോപ്പിംഗ് കോഡ് എന്നിവ വയലേറ്റ് ചെയ്തതിനാണ് അദ്ദേഹത്തിന് ഒരു ബാൻ കിട്ടിയിരുന്നത്. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ 3ാമത്തെ തിരിച്ചുവരവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് 2004 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തന്റെ അരങ്ങേറ്റം കുറിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെ നടന്നിട്ടുള്ള ഒരു പരമ്പരയിലാണ്. ആദ്യം ODIയിൽ അരങ്ങേറ്റം കുറിച്ചു, അതേ പരമ്പരയിൽ തന്നെ ടെസ്റ്റിലും അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുകയാണ് തന്റെ 18ാമത്തെ വയസ്സിൽ. ടെസ്റ്റിൽ 34ഉം ODIയിൽ 202ഉം T20യിൽ 45ഉം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 17 സെഞ്ചുറികളും താരത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. സിംബാബ്വെ ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 10,000 റൺസ് പിന്നിട്ടുള്ള ആകെ 2 താരങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന് ആൻഡി ഫ്ലവർ എന്ന് പറഞ്ഞ ലെജൻഡറി താരവും അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഗ്രാൻഡ് ഫ്ലവറും. ഈ 10,000 റൺസിലേക്ക് എത്താൻ 62 റൺസ് മാത്രം അകലെ നിൽക്കുന്ന സമയത്താണ് ക്രിക്കറ്റിനോട് 4 വർഷങ്ങൾക്ക് മുമ്പ് ബ്രണ്ടൻ ടെയ്ലർ വിട പറയുന്നത്. 3.5 വർഷത്തിന് ശേഷം ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള താരം ന്യൂസിലൻഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഓപ്പൺ ചെയ്ത് 44 റൺസ് ആണ് നേടിയിട്ടുള്ളത് ആദ്യ ഇന്നിങ്സിൽ. സിംബാബ്വേയുടെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു ഇദ്ദേഹം. അതായത് ഇനി 18 റൺസ് മാത്രം അകലെയാണ് 10,000 റൺസിലേക്കുള്ളത് എന്നുള്ള അർത്ഥം. ഇനി എന്തുകൊണ്ട് ഇത് ഇദ്ദേഹത്തിന്റെ 3ാമത്തെ തിരിച്ചുവരവായി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 2015 വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം ഒരു റിട്ടയർമെന്റ് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഒരു വോളണ്ടറി ബ്രേക്ക് എന്നൊക്കെ വേണമെങ്കിലും പറയാൻ സാധിക്കും. അത് മറ്റ് കാരണങ്ങളൊന്നും കൊണ്ടല്ല. കാരണം സിംബാബ്വേയുടെ പല താരങ്ങളും പല കാരണങ്ങൾ കൊണ്ട്, പൊളിറ്റിക്സ് കൊണ്ട്, പല വിഷയങ്ങൾ കൊണ്ട് വിരമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള തീരുമാനമായിരുന്നു കൗണ്ടി ക്രിക്കറ്റ് കളിക്കാൻ നോട്ടിംഗ്ഹാംഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിൽ അദ്ദേഹം കരാറിൽ ഏർപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു റിട്ടയർമെന്റ് പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ 2017 അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു സിംബാബ്വെ ദേശീയ ടീമിന് വേണ്ടി കളിക്കാനായിട്ട്. എന്നാൽ 2021 വീണ്ടും ബ്രണ്ടൻ ടെയ്ലർ തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത്. ചില മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണമാണ് ആ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ള കാര്യമായിരുന്നു വന്നത്. എന്നാൽ അതിനുശേഷമാണ് 2022 ആകുന്ന സമയത്താണ് ഈ ആന്റി ഡോപ്പിംഗ് അല്ലെങ്കിൽ ആന്റി കറപ്ഷൻ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തു എന്നുള്ള പേരിൽ ICC 2022 ജനുവരിയിൽ അദ്ദേഹത്തിന് ഒരു ബാൻ, 3.5 വർഷത്തേക്കുള്ള ഒരു ബാൻ കൊടുക്കുന്നത്. ശേഷം അദ്ദേഹം പബ്ലിക്കായിട്ട് തന്നെ വന്ന് അപ്പോളജി നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 3.5 വർഷക്കാലം അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഇനിയൊരു ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമാകുമോ എന്ന് പോലും നമ്മളൊക്കെ ചിന്തിക്കും. കാരണം 39 വയസ്സെന്ന് പറയുന്നത് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രായം തന്നെയാണല്ലോ. എന്നാൽ തൻ്റെ 3ാമത്തെ വരവ് അറിയിച്ചിരിക്കുകയാണ് ന്യൂസിലൻഡിനെതിരായിട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ. സിംബാബ്വെ ആദ്യ ഇന്നിങ്സിൽ തകർന്നടിഞ്ഞെങ്കിലും 44 റൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സിംബാബ്വേയുടെ ഒരു ക്രൂഷ്യൽ റൺസ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ബ്രണ്ടൻ ടെയ്ലറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.